നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടൈംസ് നൗ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. പാകിസ്ഥാൻ മേജർ മിലിറ്ററി പുഷ് ഇൻ സർക്രീക്ക് സബ്മറൈൻസ് മിസൈൽ ഡ്രോൺസ് ഇൻ പ്ലേ എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അതായത് പാകിസ്ഥാൻ ഇപ്പോൾ സർക്രീക്കിൽ വമ്പൻ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്രീക്കിൽ പാകിസ്ഥാൻ വൻ സൈനിക മുന്നേറ്റം നടക്കുന്നു. അന്തർവാഹിനികൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ കൊണ്ട് വിന്യസിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ അമേരിക്കയുടെ സൈന്യം ഇപ്പോൾ പാകിസ്ഥാനിൽ പറന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ളതും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്തയാണ്. സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ സൈനിക വിന്യാസം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അമേരിക്കൻ, ചൈനീസ് റഡാറുകൾ ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനും പുനഃസംഘടനയിൽ ഉൾപ്പെടുന്നുവെന്ന് ഉന്നതതല വൃത്തങ്ങൾ പറഞ്ഞു. മക്രാൻ തീരത്തെ റഡാർ ശൃംഖല ഇടതൂർന്നതും പാളികളുള്ളതുമാണ്. ഹ്രസ്വദൂര, ഇടത്തരം, ദീർഘദൂര റഡാറുകൾ എല്ലാം നിലവിലുണ്ടെന്നാണ് ഇപ്പോൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എല്ലാം അവിടെ കൊണ്ട് വിന്യസിച്ചിരിക്കുകയാണ്. പോരാത്തതിന് 3000-ഓളം ഓഫീസർമാരും സൈനികരും അടങ്ങുന്ന ഒരു പുതിയ മെറൈൻ ബ്രിഡ്ജും അവിടെ സജ്ജമായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റഡാറുകൾക്കൊപ്പം ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈലുകളും പ്രതീക്ഷിക്കുന്നു. പ്രദേശത്ത് ഡ്രോണുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ സൈനിക ആസൂത്രകരുടെ മാനസികാവസ്ഥയുടെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് വലിയൊരു യുദ്ധത്തെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ പറയുന്നത്. സിന്ധു നദീമുഖത്തുള്ള സർക്രീക്ക് ചതുപ്പ് നിലകൾ തർക്കപ്രദേശമാണ്. ഇന്നും അവിടെയുള്ള അതിർത്തികൾ ഇപ്പോഴും നിർണയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിർത്തി തർക്കം ഇപ്പോഴും നിൽക്കുന്നു, അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഇത്തരത്തിലൊരു നീക്കം അവിടെ നടക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ തങ്ങളുടെ നാവികസേനയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. 2 or 3 ഹാങ്കോർ ക്ലാസ് അന്തർവാഹിനികൾ ഈ വർഷം കമ്മീഷൻ ചെയ്യും. ഇവ 8 പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഇവയിൽ 3 ചൈന ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ നിർമ്മിക്കും. ചൈന മറ്റൊന്നും നിർമ്മിക്കും. 4 കറാച്ചിയിൽ നിർമ്മിക്കും. ഇവ AIP അല്ലെങ്കിൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അന്തർവാഹിനികളാണ്. മുംബൈയിൽ സമാനമായ 6 ബോട്ടുകൾ നിർമ്മിക്കാൻ ഇന്ത്യ ജർമ്മനിയുമായി സഹകരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വാർത്തയാണ്. ഈ വർഷം കരാർ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്നും അറിയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.